ഡിയർ ചിൽഡ്രൻസ്, ആക്ടിവിറ്റീസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. നെക്സ്റ്റ്, ഇമാജിൻ ദാറ്റ് ദ മദർ ഇൻ ദ സ്റ്റോറി, എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്, ഹാപ്പൻസ് ടു സീ ദ സ്നേക്ക് അഗെയിൻ. ഷീ റിംഗ് അപ്പ് ദ സ്നേക്ക് ചാർമർ, but unfortunately he is not there. She gets his wife on the phone. Read the telephonic conversation. വായിച്ചു നോക്കിക്കോളൂ. മദർ: ഹലോ, could I speak to Mr. Shankar, the snake charmer? Sorry, he is not here. I am his wife. May I know who is speaking? Mother: I am Sudha from Malgudi North. When will he be back? After an hour. Would you like to leave a message? Yes, please. We are in a fearful situation. A snake has entered our premises and we are urgently in need of some help. Please ask him to call me back. It is very urgent. He knows my number. Sure, I will try to contact him. If not, I will tell him as soon as he is back. Mother: താങ്ക് യു. ഈ കോൺവെർസേഷന് ശേഷം സ്നേക്ക് ചാർമർ വീട്ടിൽ വരുന്നു. സ്നേക്ക് ചാർമറിൻ്റെ വൈഫ് സ്നേക്ക് ചാർമറിനോട് കാര്യം പറയുന്നു. ഉടനെ തന്നെ സ്നേക്ക് ചാർമർ ഈ അമ്മയെ വിളിക്കുന്നു. ആ കോൺവെർസേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. കോൺവെർസേഷൻ എഴുതുമ്പോൾ ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് കോൺവെർസേഷൻ തയ്യാറാക്കുക. സ്നേക്ക് ചാർമർ വന്നതിനു ശേഷം കൊടുക്കുന്ന കോൺവെർസേഷൻ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. സ്നേക്ക് ചാർമർ: ഡിഡ് യു കാൾ മീ? മദർ: യെസ് യെസ്, ദെയർ ഈസ് അനദർ സ്നേക്ക് ഇൻ ദ ഗാർഡൻ. യു കം സൂൺ ആൻഡ് ക്യാച്ച് ദ സ്നേക്ക്. സ്നേക്ക് ചാർമർ: ഈസ് ഇറ്റ് റിയലി ഇൻ യുവർ കോമ്പൗണ്ട്? I can't believe. Mother: yeah, of course. Snake charmer: did Dasa catch the snake? അവിടെ സ്നേക്ക് ചാർമർ ദാസൻ സ്നേക്കിനെ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു കൊണ്ടുള്ള കോൺവെർസേഷനാണ് ഇവിടെ എക്സാമ്പിളായി കൊടുത്തിട്ടുള്ളത്. മദർ: ഐ ആം നോട്ട് ഷുവർ, ബട്ട് നൗ എ സ്നേക്ക് ഈസ് ഇൻ അവർ കോമ്പൗണ്ട്. വി ആർ ഇൻ ഫിയർ. സ്നേക്ക് ചാർമർ: ഡോണ്ട് ബി അഫ്രൈഡ്, ഐ വിൽ കം സൂൺ. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. കോൺവെർസേഷൻ നിങ്ങളുടെ ഉചിതം പോലെ ഇവിടെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടങ് ട്വിസ്റ്റേഴ്സ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇത് വായിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. എ ഗുഡ് കുക്ക് കുഡ് കുക്ക് ആസ് മച്ച് കുക്കീസ് ആസ് എ ഗുഡ് കുക്ക് ഹൂ കുഡ് കുക്ക് കുക്കീസ്. മീനിങ് മനസ്സിലായോ? ഒരു നല്ല കുക്കിന് ധാരാളം കുക്കീസുകൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ സാധിക്കും. ബ്ലാക്ക് ബഗ് ബിറ്റ് എ ബിഗ് ബ്ലാക്ക് ബിയർ, ബട്ട് വെയർ ഈസ് ദ ബിഗ് ബ്ലാക്ക് ബിയർ ദാറ്റ് ദ ബിഗ് ബ്ലാക്ക് ബഗ് ബിറ്റ്? ബ്ലാക്ക് ബഗ് ബിറ്റ് എ ബിഗ് ബ്ലാക്ക് ബിയർ. ബിഗ് ബ്ലാക്ക് ബിയറിനെ ബ്ലാക്ക് ബഗ് ബിറ്റ് ചെയ്തു, കടിച്ചു. ബട്ട് വെയർ ഈസ് ദ ബിഗ് ബ്ലാക്ക് ബിയർ? എവിടെയാ ബിഗ് ബ്ലാക്ക് ബിയർ? ദെൻ ദാറ്റ് ദ ബിഗ് ബ്ലാക്ക് ബഗ് ബിറ്റ്. ആ ബിഗ് ബ്ലാക്ക് ബഗ് ബൈറ്റ് ചെയ്ത ബിയർ എവിടെ? ദ സിക്സ്ത് ഷീപ്പ് ഈസ് സിക്ക്. മീൻസ് ആറാമത്തെ രോഗിയായ സിക്കിൻ്റെ ആറാമത്തെ ഷീപ്പിനും സിക്കാകുന്നു. A good cook could cook as much cookies as a good cook who could cook cookies. 2. Black bug bit a big black bear, but where is the big black bear that the big black bug bit? 3. The sixth sheep is sick. ഇത് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലുള്ള സെൻറ്റൻസുകൾ കളക്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. അത് വെച്ച് ഒരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്.
ഒരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതായത് ഈ ലെസണിനെ ഒരു നാടകീകരണമാക്കുക, ഡ്രമാറ്റിക്കാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ ക്യാരക്ടേഴ്സ് മദർ, 4 സൺസ്, നെയ്ബേഴ്സ്, ഓൾഡ് ബേക്കർ, ഓൾഡ് മാൻ. സെറ്റിംഗ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കോർട്ട്യാർഡ് ഓഫ് എ ഹൗസ്, ഒരു വീട്ടിൻ്റെ പുറം ഭാഗം കോർട്ട്യാർഡാക്കുന്നു. കർട്ടൻ ഉയരുമ്പോഴുള്ള രംഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. The courtyard of the house, the mother, her 4 sons and servant Dasa are obviously frightened and are searching for a snake. An old beggar enters. ഇവിടെ ഇത് സീൻ കൊടുത്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ ഓൾഡ് ബെഗർ വരുമ്പോൾ ഉള്ള ഡയലോഗ് കൊടുക്കാനുള്ള ഒരു സീനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ ലെസൺ ആദ്യം മുതൽ തന്നെ കോൺവെർസേഷൻ രൂപത്തിലോട്ട് സീൻ തിരിച്ച് മാറ്റിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. ഇത് എഴുതാൻ എളുപ്പത്തിന് നമുക്ക് ഈ നമ്മുടെ സ്നാക്ക് ഇൻ ദ ഗ്രാസ് എന്ന ഈ ലെസണിലെ കോൺവെർസേഷൻ എല്ലാം ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇവിടെ മുതൽ കോൺവെർസേഷൻ പറഞ്ഞു പോകാം. സീൻ അതിനനുസരിച്ചുള്ള സീൻ ക്രിയേറ്റ് ചെയ്യുക. ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ ബോയ് പറയുന്ന ഡയലോഗാണ് സ്റ്റാർട്ടിങ്. അത് ഒരു കുട്ടി ഒന്ന് വോയിസ് മെസ്സേജ് എടുക്കാം. A big cobra has got into your compound. It crossed my wheel. അപ്പോൾ ആദ്യത്തെ സീനിൽ വരുന്ന ഡയലോഗ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അത് കഴിയുമ്പോൾ പിന്നെ വരുന്ന ഡയലോഗ് എന്ന് പറയുന്നത് തേർഡ് പാരഗ്രാഫിൽ there isn't any cobra അവിടെ വരും. അത് സർവൻറ്റ് പറയുന്ന ഡയലോഗാണ്. അതിനു മുന്നേ സർവൻറ്റിനോട് പറയുന്ന ഒരു ഡയലോഗ് നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഡയലോഗ് ഏതായിരിക്കും? ടീച്ചർ അടുത്ത് വരുന്നത് there isn't any cobra here. ദാസ പറഞ്ഞത്. ടീച്ചർ അടുത്തത് there isn't any cobra here. അത് കഴിഞ്ഞിട്ട് the thing is somewhere here. If it is not found before the evening we will dismiss you. You don't seem to care for the garden. There isn't any cobra here. If it is not found before the evening we will dismiss you. You don't seem to care for the garden. അത് കഴിഞ്ഞിട്ട് ദാസന്റെ ഒരു എക്സ്ക്യൂസ് പറയുന്നുണ്ട്. എന്താണ്, ഞാൻ എന്നേ പറഞ്ഞൊരു കത്തി വാങ്ങിച്ചു തരാൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് ആ ലാസ്റ്റ് പാരഗ്രാഫ് 24 പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്. അതൊന്ന് റീഡ് ചെയ്തെടുക്കാം. ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിലെ ആക്ഷനാണ്. നെയ്ബേഴ്സ് വരുന്ന സ്നേക്കിനെ കുറിച്ചുള്ള ഡയലോഗുകൾ പറയുന്നു. അത് 1-2 കണ്ടെത്തി നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ കൂടെ കുറിച്ചോളണം സ്നേക്കിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഡയലോഗ് പേജ് 25 ഒന്ന് നോക്കുക. നിങ്ങൾ പറയുന്ന ഡയലോഗ് കറക്റ്റാണ്. പക്ഷെ ശ്രദ്ധിക്കാനുള്ളത് ദാസ പറയുന്ന ഡയലോഗ് സെപ്പറേറ്റ്, അടുത്ത ഡയലോഗ് സെപ്പറേറ്റ്, അങ്ങനെ രണ്ട് ടോണിൽ തന്നെ വരണം. Where is the snake? Don't kill the snake. The mother wasn't heard the agreement. You are right. I forgot all about the promised Abhishekam. യെസ്, ഇപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്. അതിൽ മദർ പറയുന്ന ഭാഗം യു ആർ റൈറ്റ്, ഐ ഫോർഗോട്ട് ആൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. അത് മദറിൻ്റെ സ്വരത്തിൽ പറയാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീണ്ടും അവിടെ ആരാണ് വരുന്നത്? നെക്സ്റ്റ് ക്യാരക്ടർ, അതായത് കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത് സ്നേക്ക് ചാർമറാണ്. സ്നേക്ക് ചാർമറിൻ്റെ അടുത്ത് അവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ സ്നേക്ക് ചാർമർ തൻ്റെ കഴിവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതൊന്ന് പറയുക. How do you catch them? If you show me the snake, I will catch it at once. Otherwise, what can I do? The moment you see it again, send it for me. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോവുകയാണ്. അതായത് വീണ്ടും അവിടെ സ്റ്റേജിൽ വരുന്നത് നെയ്ബേഴ്സും
വീട്ടിലുള്ള ഹൗസ് ഓണേഴ്സ് 4 സണ്ണും എല്ലാവരും സ്നേക്കിനെ നോക്കുന്നു. ആ സമയം ടൈം 5 o'clock ആവുന്നു. ദാസൻ ഒരു പോട്ടുമായിട്ട് വന്ന് പറയുന്ന ഡയലോഗാണ്. ഈ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആക്ടിങ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഡയലോഗ് പേജ് 26 അതൊന്ന് കണ്ടുപിടിച്ച് വായിക്കുക. രണ്ടും ദാസൻ പറയുന്നത് ഇപ്പോൾ സ്നേക്കിനെ പിടിച്ചു എന്നുള്ള ആ ഒരു പ്രൗഢിയോട് കൂടി പറയുന്നതാണ്. അത് അതേ സ്വരത്തിൽ തന്നെ പറയണം. ഐ ഹാവ് കാട്ട് ഹിം ഇൻ ദിസ്. ആ ഭാഗം ഒന്ന് കണ്ടുപിടിച്ച് വായിക്കുക. I have caught him in this. I saw him peeping out of it. I saw him before he could see me. I have caught him in this. I saw him peeping out of it. I saw him before he could see me. Don't call me an idler hereafter. ഇനി നമുക്ക് ലാസ്റ്റിലെ പാരഗ്രാഫിലോട്ട് പോകാം. അതായത് കോബ്ര പിടിച്ച് പോട്ടിലാക്കി അതിനെ മാറ്റിയതിന് ശേഷം പിന്നെ ആ യങ്ങസ്റ്റ് സൺ കാണുന്ന ഒരു കോബ്രയെ അവിടെ സീ ദയർ ഔട്ട് ഓഫ് എ ഹോൾ ഇൻ ദ കോമ്പൗണ്ട് വാൾ എ കോബ്ര എമർജ്ഡ്. ഇറ്റ് ഫ്ലിറ്റഡ് along towards the gate, paused for a moment to look at the gathering in the veranda with his foot half raised. ഇവിടെ അതിനകത്ത് സീ ദയർ ഈസ് എ കോബ്ര എന്ന് വിളിക്കുന്നതായിട്ട് സൺ വിളിക്കുന്നതായിട്ടൊരു ഡയലോഗ് പറയുക. അത് കഴിഞ്ഞിട്ട് അവിടെ ഡസ് ഇറ്റ് മീൻ ദയർ ആർ 2 snakes. അത് വേറൊരു ഡയലോഗാണ്. അത് കഴിഞ്ഞിട്ട് ആ കോളേജ് ബോയ് മർമർ ചെയ്യുന്നത് നെക്സ്റ്റ് സ്വരത്തിൽ പറയണം. ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ ദ റിസ്ക് ആൻഡ് നോക്ക്ഡ് ദ വാട്ടർ പോട്ട് ഫ്രം ദാസാസ് ഹാൻഡ്. അപ്പോൾ ഈ 3 ഡയലോഗ് 3 വ്യക്തികളാണ് പറയുന്നത്. ഒന്ന് കൊച്ചുമകൻ, ഒന്ന് അവിടെ അടുത്ത് നിന്ന് കേട്ടുകൊണ്ടിരുന്ന അടുത്തയാള്, ഒന്ന് മൂത്ത മകൻ. ആ രീതിയിൽ 3 ഡയലോഗായിട്ട് പറയണം. I wish I had taken the ring and knocked the water pot from Dasa's hand. We might have known what it contained. See there is a cobra. Does it mean there are 2 snakes here? I wish I had taken the risk and knocked the water pot from Dasa's hand. We might have known what it contained. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠത്തിൽ വരുന്ന കോൺവെർസേഷൻ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോൺവെർസേഷൻ എല്ലാം ഒന്ന് അടുക്കും ചിട്ടയോട് കൂടി ഓരോ കോൺവെർസേഷനും പറയുന്നത് ഭാവം ഉൾക്കൊണ്ട് പറയുക. ഇപ്പോൾ നിങ്ങളെല്ലാം ഇട്ട വോയിസ് മെസ്സേജ് കറക്റ്റാണ്, ടോൺ കറക്റ്റാണ്. ഭാവം ഉൾക്കൊണ്ട് ഒന്ന് ആക്ഷനും കാണിച്ച് പറഞ്ഞ് വീഡിയോ എടുത്ത് ഇട്ട് തരിക. അങ്ങനെ ഓരോ ഡയലോഗിൻ്റെയും വീഡിയോ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരിക. അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ പാഠത്തിൻ്റെ ഒരു സ്കിറ്റാക്കി മാറ്റാം. എല്ലാവരും റെഡിയാണല്ലോ? അയച്ചു തരുമല്ലോ? അപ്പോൾ ഈ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന ഈ പാഠത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് നമുക്ക് ഡ്രാമയാക്കി മാറ്റാം. എങ്ങനെയാണെന്നൊരു രൂപരേഖ ലഭിച്ചു എന്ന് കരുതുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി ക്രോസ് വേർഡ് പസിൽസ് ആണ്. ഇത് നിങ്ങൾ സ്വയം കണ്ടെത്തുക. തന്നിരിക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ് താഴെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഇഡിയംസ് ആണ്. എന്താണ് ഇഡിയംസ് എന്നറിയാമോ? An idiom is a group of words whose meaning is different from the meaning of the individual words. ഇൻഡിവിജ്വലായിട്ട് അർത്ഥം നോക്കുകയാണെങ്കിൽ വേറെ അർത്ഥമായിരിക്കും. എന്നാൽ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ ടോട്ടൽ അർത്ഥം എടുക്കുമ്പോൾ അത് വേറെ മീനിങ് ആയിരിക്കും. അങ്ങനെ വരുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സാണ് ഇഡിയം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. എരിത്തീയിൽ എണ്ണ ഒഴിക്കുക എന്ന് മലയാളത്തിൽ പറയുന്നു. ടു മേക്ക് എ പ്രോബ്ലം വേഴ്സ്. ഏതെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ ചെന്ന് മൂട്ടിക്കൊടുക്കുക എന്നൊക്കെ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയും.
അങ്ങനെ എരിതീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ ടു മേക്ക് എ പ്രോബ്ലം വേഴ്സ്, കൂടുതൽ മോശമാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി. ഇത് ഒരു എക്സാമ്പിൾ. നമുക്കിവിടെ ഒന്ന് വായിച്ചു നോക്കാം. മോഹൻ, ഹു വോൺ ദ മാച്ച്? ഗോവിന്ദ്, ഇന്ത്യ പ്ലേഡ് വെരി വെൽ ഇൻ ദ ബിഗിനിങ്, ബട്ട് ദെൻ ആസ്ട്രേലിയ, യു നോ, ഈസ് എ ടഫ് ടീം. Michael Bevan turned the match in their favor, but our Harbhajan Singh then worked miracles. Stop beating about the bush and tell me which team won. Hit the nail on the head, please. ഇവിടെ നിങ്ങൾക്ക് മീനിങ് മനസ്സിലായോ? ഇവിടെ ഗോവിന്ദ് പറയുകയാണ്, തുടക്കത്തിൽ നമ്മൾ നല്ലതുപോലെ കളിച്ചു, പക്ഷേ ആസ്ട്രേലിയ, യുനോ, നിനക്കറിഞ്ഞുകൂടെ, അവർ ഒരു ടഫ് ടീമാണ്, നമ്മുടെ ഇന്ന ആൾ എന്ന് പറഞ്ഞിങ്ങനെ വളച്ച് കെട്ടി കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഹൂ വോൺ ദ മാച്ച്, അതിനൊരൊറ്റ ആൻസർ പറഞ്ഞാൽ മതി. പക്ഷേ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയുന്നു. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ മോഹൻ പറയുന്ന സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. സ്റ്റോപ്പ് ബീറ്റിംഗ് ഔട്ട് എബൌട്ട് ദ ബുഷ്. മതിയാക്ക്, നീ ഇങ്ങനെ വളച്ച് കെട്ടി കാര്യം പറയാതെ അത് മതിയാക്ക്, ആര് ജയിച്ചു എന്ന് മാത്രം പറയൂ എന്ന് പറയുന്നു. ബീറ്റിംഗ് എബൌട്ട് ദ ബുഷ്, ബുഷിൽ കിടന്ന് ബീറ്റ് ചെയ്യാതെ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന മലയാളത്തിൽ ഒരു ശൈലിയുണ്ട്. അത് തന്നെയാണ് ബീറ്റിംഗ് എബൌട്ട് ദ ബുഷ്. ആൻഡ് ടെൽ മീ വിച്ച് ടീം വോൺ, എന്നിട്ട് പറയുക ഏത് ടീമാണ് ജയിച്ചത്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്താണെന്ന് നമുക്കതിന് ഉചിതമായിട്ടൊരു ശൈലി എങ്ങനെ പറയാം? വളച്ച് കെട്ടി പറയാതെ, കൈ വളച്ച് മൂക്കിൽ തൊടാതെ ഡയറക്റ്റായിട്ട് തൊടുക എന്ന് പറയുന്നതിന് തുല്യം. അപ്പോൾ ഇവിടെ എന്താണ് ഇഡിയം എന്നുള്ള ആ ഒരു ഇഡിയം എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് മീൻ ചെയ്യുന്നത് ഒരു മീനിങ് ആയിരിക്കും. പക്ഷേ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ ഇൻഡിവിജ്വൽ വേർഡ് എടുത്താൽ ഡിഫറെൻ്റ് മീനിങ് ആയിരിക്കും. ഈ 1-2 എക്സാമ്പിൾ ധാരാളമാണ്. ഇതേപോലെ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന ലെസണിലും ഒരു ഇഡിയമുണ്ട്, ഹെർക്കൂലിയൻ ടാസ്ക്. ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന ലെസണിലെ ഹെർക്കൂലിയൻ ടാസ്ക് എന്തായിരുന്നു? ആ ബോയെ സംബന്ധിച്ച് റിവർ കാണാൻ പോവുക എന്നുള്ളത് ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. യെസ്, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇഡിയംസ് പരിചയപ്പെടാം. പ്രോസ് ആൻഡ് കോൺസ്, ദ ആർഗ്യുമെൻറ്റ് ഫോർ ആൻഡ് എഗൻസ്റ്റ്, അനുകൂലമായും വിപരീതമായുമുള്ള ആർഗ്യുമെൻറ്റ്, അല്ലെങ്കിൽ ഒന്നിൻ്റെ ഗുണവും ദോഷവും. ഇനി എ ഫെദർ ഇൻ ദ വൺസ് ക്യാപ്പ്, ഒരാളുടെ ക്യാപ്പിൽ ഒരു തൂവൽ കൂടി വരിക, അത് അച്ചീവ്മെൻ്റ് ആണ്. ആൻ അച്ചീവ്മെൻറ്റ് ഓഫ് വിച്ച് വൺ ക്യാൻ ബി പ്രൗഡ് ഓഫ്. കീപ്പ് വൺസ് വേർഡ്, വാക്കുകൾ സൂക്ഷിക്കുക, പ്രോമിസ് ചെയ്യുക. ഡു ആസ് വൺ പ്രോമിസസ്. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ബാഗിൽ നിന്നും പൂച്ച വെളിയിലാവുക എന്ന് പറഞ്ഞാൽ രഹസ്യം പുറത്തു വരിക, പൂച്ച പുറത്തു വരിക. ദ സീക്രട്ട് ഈസ് നോ ലോങ്ങർ എ സീക്രട്ട്, രഹസ്യം രഹസ്യമല്ലാതെ ആവുക. ഇതെല്ലാം ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ആണ്. ഇവിടെ ഏത് യോജിക്കും? വെൻ ദ തീഫ് വാസ് ക്വസ്റ്റ്യൻഡ്, കള്ളനെ ചോദ്യം ചെയ്തപ്പോൾ എന്തു സംഭവിച്ചു? രഹസ്യം പുറത്തു വന്നു. ഹി ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, അതായത് ഹി ടെൽ ദ സീക്രട്ട് ഈസ് നോ ലോങ്ങർ എ സീക്രട്ട്. അവൻ ഒളിച്ചു വെച്ചിരുന്ന സീക്രട്ട് അല്ലാതെ ആയി. അവർ സ്കൂൾ ഹാസ് വോൺ ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ സ്റ്റേറ്റ് ലെവൽ ഹോക്കി കോമ്പറ്റീഷൻ. ഇറ്റ് ഈസ് ഒരു പൊൻതൂവൽ കൂടെയായി എന്ന് പറയുന്ന ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. ഇറ്റ് ഈസ് എ ഫെദർ ഇൻ ദ വൺസ് ക്യാപ്പ്, സ്കൂളിൻ്റെ തൊപ്പിക്ക് ഒരു നക്ഷത്രം തൂവൽ കൂടി ആയി. ബിഫോർ ഹി മേക്ക് എ ഡിസിഷൻ ഓൺ ആൻ ഇഷ്യൂ, ഒരു ഇഷ്യൂവിന് നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ വി മസ്റ്റ് എക്സാമിൻ, അതിൻ്റെ ഗുണവും ദോഷവും നോക്കണം. ഒരു തീരുമാനമെടുക്കുമ്പോൾ വി മസ്റ്റ് എക്സാമിൻ ദ പ്രോസ് ആൻഡ് കോൺസ്. ഗീവ് promises only if one can
നമ്മൾ പ്രോമിസ് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം പ്രോമിസ് ചെയ്യുക. ഗീവ് പ്രോമിസസ് ഓൺലി ഇഫ് വൺ ക്യാൻ കീപ്പ് വൺസ് വേർഡ്. ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി. റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. ഇത് സ്നേക്ക് ഇൻ ദ ഗ്രാസിൽ ഇതേ സെന്റൻസുകൾ 1-2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഐ വിഷ് ഐ ഹാഡ് എന്ന പ്രയോഗമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കോളേജ് ബോയ് മർമേഡ് ഐ വിഷ് ഐ ഹാഡ് ടേക്കൻ ദ റിസ്ക് and knocked the water pot from Dasa's hand. I wish I had taken the risk. ഞാൻ അന്നേരം ആ പോട്ട് വാങ്ങിച്ച് എന്ന് ചിന്തിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഐ വിഷ് ഐ ഹാഡ്. ഇവിടെ ശ്രദ്ധിക്കുക, ഐ വിഷ് ഐ ഹാഡ് വോൺ ദ മാച്ച്. ഐ വിഷ് ഐ ഹാഡ് വോൺ എ കാർ. ഞാൻ മാച്ച് ജയിച്ചിരുന്നു എങ്കിൽ, ജയിച്ചില്ല പാവം, ആഗ്രഹിക്കുകയാണ് ഐ വിഷ് ഐ ഹാഡ് വോൺ എ കാർ. കാറില്ല, കാർ ഉണ്ടായിരുന്നു എങ്കിൽ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ വെയർ എ ബേർഡ്. ഞാനൊരു പക്ഷിയായിരുന്നു എങ്കിൽ ഒരിക്കലും നടക്കാത്ത സങ്കല്പം. യെസ്, ഇവിടെയെല്ലാം ഈ പ്രയോഗത്തിൽ ഐ ഹാഡ് വോണ്ട്, ഐ ഹാഡ് വോൺ, ഐ വെയർ, ഐ വിഷ് കഴിഞ്ഞ് വരുന്ന വെർബ് എല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബിൻ്റെ 3ാമത്തെ ഭാവമാണ് ചേർക്കേണ്ടത്. ഇവിടെ കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഐ വിഷ് ഐ ഹാഡ് എ ബൈസൈക്കിൾ. ഐ വിഷ് ഐ ഹാഡ് ആൻ എയറോപ്ലെയിൻ. ഐ വിഷ് ഐ വെയർ എ ലിറ്റിൽ ഗേൾ. ഐ വിഷ് ഐ വെയർ എ ബേർഡ്. നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് നോട്ടീസ് ദ വേർഡ് ഗിവൺ ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിൽ കൊടുത്തേക്കുന്ന വേർഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കൂ. വിച്ച്, ഹൂ. ഈ വിച്ച്, ഹൂ ഇതുപോലുള്ള പ്രയോഗങ്ങൾ എവിടെയാണ് ചേർക്കുന്നതെന്നറിയാമോ? ഒരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യത്തെ, ആ സംഭവത്തെ നമ്മൾ റിലേറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോഴാണ് വിച്ച് ചേർക്കുന്നത്. ദ ഫാമിലി, ആ ഫാമിലിയെക്കുറിച്ച് പറയുകയാണ്, ഫാമിലിയെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വിച്ച് കൺസിഡേർഡ് ഓഫ് ദ മദർ ആൻഡ് ഹെർ 4 സൺ വെയർ ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ്. ഫാമിലിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന, റിലേറ്റ് ചെയ്ത് പറയുന്ന വാക്കായതുകൊണ്ട് ഇതിനെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് വിളിക്കാം. ഇവിടെ നോക്കൂ, ഷീ ഗേവ് എ കോയിൻ ടു ദ ബെഗർ. അവൾ ബെഗറിനൊരു കോയിൻ കൊടുത്തു. ഇനി അവൾ, ഷീ ഗേവ് എ കോയിൻ ടു ദ ബെഗർ. ആ ബെഗറിനെ ഇനി വിശേഷിപ്പിക്കുകയാണ്. എന്താണ്? ബെഗറിനെ റിലേറ്റ് ചെയ്താണ് പറയുന്നത്. ഹൂ പ്രോമിസ്ഡ് ദ ബെഗർ പ്രോമിസ്ഡ് ടു സെൻഡ് എ സ്നേക്ക് ചാർമർ സൂൺ. ഒരു സ്നേക്ക് ചാർമറിനെ പെട്ടെന്ന് കൊണ്ടുതരാമെന്ന് പറഞ്ഞ ആ ബെഗറിന് അവൾ കോയിൻ കൊടുത്തു. ഇവിടെ ഹൂ റിലേറ്റഡ് ടു എക്സ്പ്ലെയിൻ ദ ബെഗർ. ഇങ്ങനെ ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ റിലേറ്റ് ചെയ്ത് പറയാനായിട്ട് ഉപയോഗിക്കുന്ന വേർഡായതുകൊണ്ട് വിച്ച്, ഹൂ, ഹൂം ഇങ്ങനെയുള്ള വാക്കുകൾ, ദേറ്റ് ഇവയെല്ലാം റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നു. എ റിലേറ്റീവ് പ്രോനൗൺ റിലേറ്റ്സ് വൺ പാർട്ട് ഓഫ് എ സെൻറ്റൻസ് ടു അനദർ ആൻഡ് ആൾസോ സ്റ്റാൻഡിങ് ഫോർ എ നൗൺ ഓർ പ്രോനൗൺ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? യെസ്, ഓക്കെ. ദെൻ ഇത് ബേസ് ചെയ്തുള്ള ആക്ടിവിറ്റിയാണ്. ദിസ് ഈസ് ദ ഹൗസ്. ഇതാണ് ആ വീട്. ഇവിടെ വിച്ച് വരോ, ഹൂ വരോ, ദേറ്റ് വരോ? ഹൗസിനെയാണ് ഇനി റിലേറ്റ് ചെയ്ത് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ദേറ്റ് ഐ പർച്ചേസ്ഡ് ഇറ്റ് ഫ്രം പീറ്റർ. പീറ്ററിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ആ വീട് ഇതാണ്. ഹീ സെഡ് സംതിങ്. അവൻ ഒരു കാര്യം പറഞ്ഞു. ആ പറഞ്ഞതിനാണ് ഇനി റിലേറ്റ് ചെയ്ത് പറയുന്നത്. ആ പറഞ്ഞ കാര്യം വിച്ച് സർപ്രൈസ്ഡ് മീ. ഹി സെഡ് സംതിങ് വിച്ച് സർപ്രൈസ്ഡ് മീ. എന്നെ അതിശയിപ്പിക്കുന്ന കാര്യമാണ് അവൻ പറഞ്ഞത്. ഐസായ ഗേൾ. ഈ ഗേളിനെ റിലേറ്റ് ചെയ്താണ് ഇനി പറയുന്നത്. ഗേള് ഒരു വ്യക്തി ആയതുകൊണ്ട് ഹൂ. ഐസായ ഗേൾ ഹൂ വാസ് ക്യാരിയിങ് എ
ബാസ്ക്കറ്റ് ഓൺ ഹെർ ഹെഡ്. ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ഹൂ വാസ് ക്യാരിയിങ് എ ബാസ്ക്കറ്റ് ഓൺ ഹെർ ഹെഡ്. തലയിൽ ബാസ്ക്കറ്റ് വെച്ച ആ പെൺകുട്ടി. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി. എ ഡോക്ടർ ഹാഡ് ദ ഹാബിറ്റ് ഓഫ് ടാക്കിംഗ് ദ ട്രീസ്. ഇവിടെ ഡോക്ടർ സംസാരിക്കുന്നത് ആരോട്? ടു ദ ട്രീസ് ബൈ ദ റോഡ് സൈഡ്. ആസ് ഹി ടുക്ക് ഹിസ് വാക്ക് ഇൻ ദ ഈവനിങ് ഹി വുഡ് ബെൻഡ് ടു കിസ്. ഒരു പർട്ടിക്കുലർ ട്രീയാണ് സംസാരിക്കുന്നതും കിസ് ചെയ്യുന്നത്. അതുകൊണ്ട് ടു കിസ് ദ ട്രീ ലവിങ്ലി ആൻഡ് വിസ്പർ, മുറുമുറുക്കുക, കൈൻഡ് വേർഡ്സ് ടു ദം, നല്ല വാക്കുകൾ പതുക്കെ പറയുന്നു. ദിസ് വാസ് എൻ ഓഡ് ബട്ട് ലവ്ലി സൈറ്റ്. നല്ല ലവ്ലി ആയിട്ടുള്ള സൈറ്റാണ്. ഇറ്റ് വാസ് ഇൻഡീഡ് എ നോബിൾ ആക്ട് ഇൻ ദിസ് വിക്കറ്റ് ബേർഡ്. വൺ ഡേ ഹി was very upset to see one of the trees cut down. അതിലെ ഒരു ട്രീ മുറിഞ്ഞ് വീണത് മുറിച്ചിട്ടേക്കുന്നത് കണ്ടപ്പോൾ he was very upset. The nature lover was so upset. ഇവിടെ അത് വരും that he started weeping. അദ്ദേഹം കരയുന്നത് അതിലെ പോയ പാസേഴ്സിന് സർപ്രൈസിങ് ആയിരുന്നു. ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം സ്റ്റോറി എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. ടേക്ക് നോട്ട് ഓഫ് ദ വേർഡ് ഇൻ ബോൾഡ്. ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ്. 2 വേർഡ് ഇവിടെ ഉണ്ട്. അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റഡ്. ഗ്രേറ്റ്ലി ഇറിറ്റേറ്റഡ്, ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടായി. ഏത് വേർഡ് സംഭവം കേട്ടപ്പോഴാണ്? സ്നേക്ക് എൻറ്റേർഡ് ഇൻ ദ കോമ്പൗണ്ട്. ഈ ന്യൂസ് കേട്ടപ്പോൾ ദ ഫാമിലി മെമ്പേഴ്സ് വെയർ ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ്. ഹിയർ ദ ന്യൂസ്. നെക്സ്റ്റ്, ബി ഹീറ്റഡ് ഡിബേറ്റ്. ഡിബേറ്റ് തർക്കം. ആ ഡിബേറ്റിനെ കുറച്ചുകൂടെ സ്ട്രോങ് ചെയ്ത് പറയുന്നതാണ് ഹീറ്റഡ് ഡിബേറ്റ്, ചൂടേറിയ തർക്കം. ഭയങ്കരമായി അജിറ്റേറ്റ് ചെയ്തു, ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ്. മേക്ക് ഡിമാൻഡ്, ആവശ്യപ്പെടുക. ഡിമാൻഡ് ആവശ്യം, മേക്ക് ഡിമാൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് ബെറ്ററായിട്ട് പറയാൻ വേണ്ടി പ്രയോഗിക്കുന്നതാണ് ഈ അഡീഷണൽ വേർഡ് കൂടി ചേർത്ത് പറയുന്നത്. ഇവിടെ ഇപ്പോൾ സ്ട്രോങ് ഡിബേറ്റ് എന്നതിന് പകരമാണ്, അതായത് നല്ല ഉറച്ച തീരുമാനം എന്ന് പറയുന്നതിന് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഹീറ്റഡ് ഡിബേറ്റ് എന്ന് പറയാം. ഡിഡ് എ മിസ്റ്റേക്ക്, ഇങ്ങനെ പറയുന്നത് കുറച്ചുകൂടി ബെറ്ററായിട്ട് എങ്ങനെ പറയാം? കമ്മിറ്റ് എ മിസ്റ്റേക്ക്, ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി, ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ വേയിൽ കമ്മിറ്റ് എ മിസ്റ്റേക്ക് എന്ന് പറയാം. ക്വിക്ക് ഫുഡ്. ക്വിക്ക് ഫുഡ് ഏതാണ്? ഇപ്പോൾ ഇവിടെ ബേക്കറിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഫുഡുണ്ടല്ലോ, ഫാസ്റ്റ് ഫുഡ്, അത് തന്നെയാണ് ക്വിക്ക് ഫുഡ്. ഫാസ്റ്റ് ഫുഡാണ് ബെറ്റർ. ടാൾ എന്ന വാക്കിന് പകരം ഹൈ മൗണ്ടെയിനാണ് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ട് വരുന്നത്. ആസ്ക് ഡിമാൻഡ്സ്, മേക്ക് ഡിമാൻഡ്സ്. അപ്പോൾ ഇത് ബെറ്റർ വേ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇവിടെ ഇത് ഏത് വരും? ഡീപ്ലി അഷെയിംഡ്, ഹേസ്റ്റി ഡിസിഷൻ, സ്ട്രോങ് ഒപ്പീനിയൻ. ഇങ്ങനെയുള്ള ഈ വേർഡുകളെയാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റിലേറ്റീവ് പ്രോനൗൺ നേരത്തെ പഠിച്ചു. എ റിലേറ്റീവ് പ്രോനൗൺ ഈസ് വൺ ദാറ്റ് ഇൻട്രൊഡ്യൂസ് ആൻ adjective class, also called a relative class. The relative pronoun are that, which, who, whom. ഇങ്ങനെ പറയുന്നതെല്ലാം റിലേറ്റീവ് പ്രോനൗൺ ആണ്. കൊളോക്കേഷൻ ഇപ്പോൾ പഠിച്ചതാണ്. കൂടുതലായിട്ടുള്ള ഉദാഹരണം ക്രിസ്റ്റൽ ക്ലിയർ, തെളിഞ്ഞ വെള്ളം, മിഡിൽ മാനേജ്മെൻറ്റ്, ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം, കോസ്മെറ്റിക് സർജറി ആർ എക്സാമ്പിൾ ഓഫ് കൊളോക്കേറ്റഡ് പെയർ ഓഫ് വേർഡ്സ്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിച്ചത്. ഡീപ്ലി അഷെയിംഡ്, ടയറിംഗ് ജേർണി, ഹേസ്റ്റി ഡിസിഷൻ, സ്ട്രോങ് ഒപ്പീനിയൻ. ഇവിടെ ഹീറ്റഡ് ഡിബേറ്റ്, കമ്മിറ്റ് എ മിസ്റ്റേക്ക്. ഇത് ബെറ്റർ വേ ടു സേ, പറയാൻ നല്ല രീതിയിൽ പറയേണ്ട പ്രയോഗം. ഇത് അറിയാമല്ലോ. ഇതാണ് ഇഡിയംസ്. വിച്ച്, ഹൂ, ഹൂം,
ചേർത്ത് നമ്മൾ പറയുന്ന നൗണിനെയോ പ്രോനൗണിനെയോ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് റിലേറ്റീവ് പ്രോനൗൺ. ഐ വിഷ് വരുമ്പോൾ ഐ വിഷ്, ഐ ഹാഡ് വോൺ, ഐ ഹാഡ് വോണ്ട്, ഐ വെയർ ഈ പ്രയോഗം ആണ് വരേണ്ടത്. പിന്നെ ഉള്ളത് ഇഡിയംസ് ആണ്. മാക്സിമം നിങ്ങൾ ഇഡിയംസും കൊളോക്കേഷൻ വേർഡും ഒക്കെ നോട്ട്ബുക്കിൽ കളക്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ലെസണിലെ എല്ലാ ആക്ടിവിറ്റിയിലൂടെയും കടന്നുപോയി സ്വന്തമായിട്ട് ഓരോന്നും ചെയ്തു നോക്കുക. എനി ഡൗട്ട്സ് ആസ്ക് മീ. താങ്ക് യു ചിൽഡ്രൻ.